ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കേക്ക് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ വരുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ അഡ്വാൻസ് ആയിട്ട്. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റേസിൻസ് എടുത്തിട്ടുണ്ട്, ബ്ലാക്കും യെല്ലോവും രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പ്രൂൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജിഞ്ചറിൻ്റെ കാൻഡീഡ് ജിഞ്ചർ ഇട്ടിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. ഇതായിപ്പോൾ ഫൈനലി ഞാനൊരു 50 ഗ്രാമോളം ചെറീസും കൂടി ചേർക്കുന്നുണ്ട്. ഡേറ്റ്സും ഒരു 50 ഗ്രാംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറീസ് ഒഴികെ ബാക്കിയൊക്കെ ഞാനൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 months ബിഫോർ ഞാനിതത് ജിഞ്ചർ വൈനിലിട്ടിട്ടാണ് സോക്ക് ചെയ്തത്. ഫ്രൂട്ട്സ് റമ്മിലോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ സോക്ക് ചെയ്തെടുക്കാം. ഒരു 2 ദിവസം മുന്നേ ഒക്കെ ചെയ്താൽ മതിയാവും. ഇനി ഒരു 1 ടീസ്പൂണോളം ഓറഞ്ച് സെസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ സെസ്റ്റ് എടുക്കുമ്പോൾ ഓറഞ്ചിൻ്റെ ആ വൈറ്റ് പോർഷൻ അതിലാവാതെ വേണം നമ്മൾ സെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സെസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഫ്രൂട്ട് മിക്സ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വാൾനട്ടും കാഷ്യൂസും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 to 15 വാൾനട്ട്സും അതേപോലെ കാഷ്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക, അപ്പോൾ കുറച്ചുകൂടി റിച്ച് ആവും. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അതിൽ നിന്ന് കുറച്ച് നട്ട്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ ലാസ്റ്റ് മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. 1/4 കപ്പോളം ഓൾമോസ്റ്റ് 60 ml നമ്മൾ ജ്യൂസ് ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ 2 ചെറിയ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക തൊലി കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തുള്ളത് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ജാതിക്ക ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ ആ ഇട്ട് കൊടുക്കുന്ന സ്പൈസസും കൂടി ഗ്രൈൻഡ് ചെയ്ത് കിട്ടുള്ളൂ. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ ബാക്കി വരുന്ന ലിക്വിഡ് നമുക്ക് കേക്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ടിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടുന്ന ബട്ടർ എടുക്കാം. 113 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്ന് മെഷർ ചെയ്ത് ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എടുക്കുന്ന ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഷുഗറിൻ്റെ ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓവൻ ഒന്ന് 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. മാത്രമേ നമ്മൾ ഈ കോമ്പൈൻ ചെയ്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും അത് ഒന്ന് പ്രീ ഹീറ്റായിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോ മുട്ട ആയിട്ട് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓരോന്നായിട്ട് ഇടുമ്പോഴായിരിക്കും ഇത് പ്രോപ്പറായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബട്ടറും ഷുഗറും എഗ്ഗും ഒക്കെ നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഡാർക്ക് കാരമൽ സിറപ്പ് അല്ലെങ്കിൽ ട്രയാക്കിൾ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ട്രയാക്കിളിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസും
വൈനിൻ്റെ ആ ഒരു നമ്മൾ ഡ്രെയിൻ ചെയ്തതും കൂടി മൊത്തത്തിൽ ഞാൻ 1/4 കപ്പ് ആണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഒഴിക്കുക, റണ്ണി ആവരുത് നമ്മുടെ ബാറ്റർ. അപ്പം കുറച്ച് കട്ടി തന്നെയാണ് കിടക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇതേപോലെ ഫ്ലോർ മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്യില്ലേ, അതേ രീതിയിൽ കുറച്ച് ഫ്ലോർ ഇട്ടിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിൻ്റെ മിക്സ് അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട് മിക്സും കൂടി ഇതിലേക്ക് ചേർക്കാം. മൊത്തം ഒരു 300-350 ഗ്രാംസോളം നട്ട്സ് തന്നെ വരും. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണിത്. മൊത്തത്തിൽ നമ്മളെ കേക്കിൻ്റെ വെയിറ്റ് ഒരു 1 കിലോ ആണ് വരിക. അപ്പോൾ ഞാനിത് 2 കേക്ക് ട്രേയിൽ ആയിട്ടാണ് മാറ്റിയെടുക്കുന്നത്. അപ്പം അത് ഞാനൊരു റെക്റ്റാങ്കുലർ കേക്ക് പാനിലും പിന്നെ ഒരു റൗണ്ട് കേക്ക് പാനിലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടിലും ഞാൻ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ചിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിതൊരു നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ്സ് ആയതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്ക്യൂവർ ഇട്ടിട്ട് അത് ക്ലീൻ ആയിട്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. എനിക്കൊരു 1 hour എടുത്തിട്ടുണ്ടായിരുന്നു ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം വെച്ച് ഉടനെ തന്നെ നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കരുത്. ഒരു 45 മിനിറ്റ്സൊക്കെ ആവേണ്ടി വരും എങ്ങനെ പോയാലും. അപ്പം അത് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ 2 കേക്കും ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കേക്ക് നല്ല റിച്ചുമാണ്, കാരണം കുറേ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യുക. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങി വരിക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഒരു പാച്ച്മെൻറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറിലോ കവർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അതേപോലെ തന്നെ നമുക്ക് റം വെച്ചിട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടോ ഇതൊന്ന് ദിവസവും ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ ഇനി ക്രിസ്മസിന് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.